السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 4 ആയത്തുകളാണല്ലോ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് തുടർന്നുള്ള 5, 6, 7 ഈ 3 ആയത്തുകളാണ്. ആദ്യം ഈ 3 ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ശേഷം ഈ 3 ആയത്തുകളും സംഘമായി നമുക്ക് ഓതാം. എന്നാൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ മുൽക്കിലെ 5-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. وَلَقَ എന്നോ വലക്ക എന്ന് കാഫായിട്ടൊന്നുമല്ല. വലഖദ് സയ്യന്ന ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. ഷദ്ദുള്ള നൂൻ മീം എവിടെ നിങ്ങൾ കണ്ടാലും നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇവിടെ നന്നായി മദ്ദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. മദ്ദ് മുത്തസിൽ നന്നായി മദ്ദ് ചെയ്യണം. 3 അലിഫിൻ്റെ ഖദ്റോ 3.5 അലിഫിൻ്റെ ഖദ്റോ നീട്ടിയാണ് ഓതേണ്ടത്. സയ്യന്ന السماء الدنيا ബിമസാബീഹ് എന്നാണ് പലരും ഓതാറുള്ളത്. സീനല്ല, സ്വാദാണ്. ബിമസാബീഹ ഐനാണ്, ശ്രദ്ധിക്കണം. وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. لِلشَّيَاطِينِ ഷയാത്തി ത്വ ആണ്. ത്വ എന്നല്ല, ത എന്നുമല്ല, ത്വ. رُجُومًا لِلشَّيَاطِينِ. وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. ശ്രദ്ധിക്കണം, ഐൻ ശ്രദ്ധിക്കണം. وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. ഐൻ ശ്രദ്ധിക്കണം. عَذَابَ السَّعِيرِ. സഈർ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു. വഹുവ ഹസീർ, ഖദീർ. ഇവിടെയൊക്കെ റായിനെ തർക്കീഖാക്കിയിട്ടാണ്, അഥവാ നേരിയതായ രൂപത്തിലാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ പദത്തിലും സഈർ എന്നാണ് ഓതേണ്ടത്. അല്ലാതെ അധികം ആൾക്കാരും സാധാരണ ഓതാറുള്ളത് പോലെ സഈർ എന്നല്ല ഓതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത്. وَلِلَّذِينَ كَفَرُوا بِرَبِّهِمْ عَذَابُ جَهَنَّمَ وَبِئْسَ الْمَصِيرُ. وَلِلَّذِينَ الَّذِينَ ദാലായി പോവാൻ പാടില്ല, ദാലാണ്. കഫറൂ ബിറബ്ബിഹിം ഹാ ശ്രദ്ധിക്കണം, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അദാബു ജഹന്നം ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം.
വബിഅ്സൽ മസീർ. മസീർ ഇവിടെയും റായിനെ തർക്കീഖാക്കിയിട്ടാണ് ഓതേണ്ടത്. മസീർ. അടുത്ത ആയത്ത് ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ നന്നായി മദ് ചെയ്തുകൊണ്ട് ഓതുക. ഫീഹാ സമിഉ ഐൻ ശ്രദ്ധിക്കണം. ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ശഹീഖൻ ഇങ്ങനെ പദങ്ങളുടെ ഇടയിലൊക്കെ നിർത്തുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നാം പാരായണം ചെയ്യുമ്പോൾ പദങ്ങളുടെ ഇടയിലൊന്നും നിർത്താൻ പാടില്ല. വഖഫ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ, ശ്വാസം ഉണ്ടെങ്കിൽ. അല്ലാതെ കരച്ചിലോ ശ്വാസമില്ലായ്മയോ ചുമയോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ പിന്നെ പദങ്ങൾക്കിടയിലോ വഖഫിൻ്റെ പ്രത്യേക സ്ഥലങ്ങളല്ലാത്ത സ്ഥലങ്ങളിലോ നിർത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം കഴിയില്ലല്ലോ. ചുമ വരുമ്പോൾ പെട്ടെന്ന് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നിന്ന് പോകും. കരച്ചിൽ വരുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകും. അതിനെക്കുറിച്ചൊന്നല്ല പറയുന്നത്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഇങ്ങനെ പദങ്ങളുടെ ഇടയിലൊന്നും നിർത്താൻ പാടില്ല. പക്ഷെ നാം ഇപ്പോൾ ഇങ്ങനെ പദങ്ങൾക്കിടയിലൊക്കെ വഖഫ് ചെയ്തുകൊണ്ട് നാം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ശഹീഖൻ വഹിയ, ഷഹീഖൻ തൻവീനാണ്, അതിനുശേഷം വാവ് വന്നു. അതിനാൽ ഇത് വാവും ബിഗുന്ന മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ശഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ഇനി ഈ 3 ആയത്തുകളും നമുക്ക് സംഘമായി ഓതാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം. എന്നാൽ നമുക്ക് സംഘമായ പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. ഇത്രയും ആയത്തുകൾ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നന്നായി ഓതി പഠിക്കുക, പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.